3600 രൂപ മാസം EMI ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാം എങ്ങനെയെന്നല്ലേ? എന്നാൽ ഞാൻ പറഞ്ഞുതരാം ഈ ഒരു റേറ്റിൽ നമുക്ക് എങ്ങനെയാണ് ഇത് വാങ്ങിക്കാം എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നത് ഏതൻ്റെ ഷോറൂമിലാണ്. അവിടുത്തെ ലേറ്റസ്റ്റ് മോഡലുകളെ കുറിച്ചും കൂടാതെ EMI ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. എന്നാൽ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള ഏതൻ്റെ ഷോറൂമിലാണ്. അപ്പോൾ ഇന്നത്തെ ഈ വണ്ടിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നമുക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഇവിടെ വർക്ക് ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള സ്നേഹയാണ്. സ്നേഹ ഹായ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്? നമുക്ക് ലൊക്കേഷൻ വരുന്നത് വെച്ചാൽ PRSന്റെ നേരെ ഓപ്പോസിറ്റ് ടാക്സ് ടവറിന്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ചുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും എങ്ങനെയാണ്? ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിസ്തയ്ക്ക് വരുമ്പോഴത്തേക്കും മാജിക് ട്വിസ്റ്റ് എന്ന് പറയുന്ന ഒരു റിസ്തയുടെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് മാജിക് ട്വിസ്റ്റ് ആണ്. മാജിക് ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആക്സിലേഷൻ കൊടുക്കുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നോർമലി ബ്രേക്ക് പിടിക്കാതെ തന്നെ സ്ലോ ബ്രേക്കിംഗ് അപ്ലൈ ആവുന്നതാണ് മാജിക് ട്വിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ. അപ്പോൾ ബാക്കി ഇതിൻ്റെ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും എന്തൊക്കെ? വണ്ടിയുടെ ബാക്കി ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിതിൽ ഗൂഗിൾ മാപ്പും കാര്യങ്ങളും, അതായത് നമുക്കിത് 3 കാറ്റഗറി ഉണ്ട്. നമ്മളിതിനെ നോർമലി ബേസ്, മിഡ്, ടോപ്പ് ആ ഒരു കാറ്റഗറി ആയിട്ടാണ് കസ്റ്റമറിന് മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നത്. അതിൽ നമുക്ക് ടോപ്പ് മോഡലിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഗൂഗിൾ മാപ്പ് നാവിഗേഷൻ ഗൂഗിൾ മാപ്പാണ്. നമ്മൾ ഫോണിൽ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് ആ സെയിം സെഗ്മെന്റിൽ ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് ഡിസ്പ്ലേയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. നമുക്കിത് ടേൺ ബൈ ടേൺ നാവിഗേഷൻ ആയിരിക്കും റിസ്തയുടെ ബേസ് മോഡലിന് വരുന്നത്. പക്ഷേ മിഡിനും ടോപ്പിനും സെയിം സെഗ്മെന്റ് ആണ്. ഗൂഗിൾ മാപ്പും കാര്യങ്ങളും തന്നെയാണ് വരുന്നത്. ഇതിലാണ് നാവിഗേഷൻ വരുന്നത്. ഇതിൽ നമുക്ക് താഴോട്ട് വരുമ്പോൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഹെഡ്സെറ്റുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ഡ്രൈവിംഗിൽ തന്നെ നമുക്ക് വരുന്ന കോൾസും കാര്യങ്ങളും അറ്റൻഡ് ചെയ്യാനുള്ള സെഗ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൽ ലൈവ് ലൊക്കേഷൻ ഷെയറിംഗ് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ വണ്ടി റണ്ണിങ് ആയിരിക്കുന്ന ടൈമിൽ നമുക്ക് മോട്ടർ ഓൺ ചെയ്യുന്ന സ്വിച്ച് 3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യാനുള്ള ഒരു സെഗ്മെന്റ് വരുന്നുണ്ട്. അത് പോയിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ വെർഷൻ ഏതാണെന്ന് അറിയാൻ പറ്റും. വണ്ടിയുടെ ഡീറ്റെയിൽസ്, ഡോക്യുമെന്റ്സ് എല്ലാം നമുക്ക് ഇതിനകത്ത് ആഡ് ഓൺ ചെയ്യാം. അതായത് RC ബുക്ക്, ലൈസൻസ്, ഇൻഷുറൻസ് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഇതിലോട്ട് ആഡ് ഓൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എയ്തർ എനർജി എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. വണ്ടി നോർമലി നമ്മൾ നമ്മുടെ ഏത് ഫോൺ നമ്പറാണ് നമുക്ക് ഇവിടെ കൊടുക്കുന്നത് ആ ഫോൺ നമ്പർ വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്യാൻ നമുക്ക് ഫുള്ള് വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസ് ഫുള്ള് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എയ്തറിൻ്റെ ആപ്പ് വഴിയായിരിക്കും. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സെറ്റിംഗ്സ് വരുന്നുണ്ട്. സെറ്റിംഗ്സിനകത്ത് നമുക്ക് ബ്ലൂടൂത്ത് ഓപ്ഷൻ ഓൺ ആക്കാനും ഓഫ് ചെയ്യാനുണ്ട്. ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. ഓട്ടോ ബ്രൈറ്റ്നസ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ബ്രൈറ്റ്നസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നടക്കുന്ന, അതായത് നമുക്ക് ജോയിസ്റ്റിക് ആണ് കൺട്രോൾ വരുന്നത്. ഇതിൽ ടച്ചും കാര്യങ്ങളും വരത്തില്ല. ജോയിസ്റ്റിക് കൺട്രോൾ നമുക്ക് ജസ്റ്റ് ജോയിസ്റ്റിക് ഇതുപോലെ നമുക്ക് എങ്ങനെയാണോ നമുക്ക് വേണ്ടത് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ലാംഗ്വേജ് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ലാംഗ്വേജ് ഇംഗ്ലീഷ് വേണമെങ്കിലും ഹിന്ദി വേണമെങ്കിലും യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഞാൻ മാജിക് ട്വിസ്റ്റ് എന്ന് പറഞ്ഞ നേരത്തെ ഫീച്ചർ. പിന്നെ കോസ്റ്റിംഗ് റീജൻ ഉണ്ട്. കോസ്റ്റിംഗ് റീജൻ എന്ന് വെച്ചാൽ ഒരു കറണ്ട് റീജനറേഷൻ, നമ്മൾ സ്ലോപ്പ് ഇറങ്ങി മാജിക് ടെസ്റ്റ് യൂസ് ചെയ്യുന്ന ടൈമിൽ സ്ലോ ബ്രേക്കിംഗ് അപ്ലൈ ആവുന്ന ഒരു ടൈം പീരീഡിനകത്ത് നമുക്കൊരു കറണ്ട് റീജനറേഷൻ നടക്കുന്നത്. നമ്മുടെ ബാറ്ററിയുടെ ഹെൽത്ത് ഓഫ് സ്റ്റാറ്റസും നമുക്ക് റേഞ്ചും കാര്യങ്ങളും പ്രിഫറബിളായി കിട്ടാനും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. ഈ ഒരു വണ്ടിയുടെ ബാറ്ററി പവർ എത്രയാണ്? ബാറ്ററി എന്ന് പറയുമ്പോഴത്തേക്കും ടോപ്പ് മോഡലിന് വരുമ്പോൾ 3.7 ആണ് ബാറ്ററിയുടെ കപ്പാസിറ്റി. ഇതിന്റെ തന്നെ മിഡ് വേരിയന്റിനും ടോപ്പ് ബേസ് വേരിയന്റിനും വരുമ്പോഴത്തേക്കും 2.9 ആണ് ബാറ്ററിയുടെ കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ ഇത് വാറണ്ടി എന്തെങ്കിലും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വണ്ടിക്കും ഒരു 3 വർഷത്തെ വാറണ്ടി ഉണ്ട്. വണ്ടിക്ക് പോയിട്ട് നമുക്ക് മോട്ടറിന് 3 വർഷം 30,000 കിലോമീറ്റർ വാറണ്ടി ഉണ്ട്. ബെൽറ്റിന് 20,000 കിലോമീറ്റർ വാറണ്ടി ഉണ്ട്. വണ്ടിയുടെ ബാറ്ററിക്ക് 5 വർഷം അല്ലെങ്കിൽ 60,000 കിലോമീറ്റർ വാറണ്ടി ഉണ്ട്. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എത്രയാണ് അഡീഷണൽ പേയ്മെന്റ്? അഡീഷണൽ നമുക്ക് കോസ്റ്റ് വരുന്നത് 5,000 രൂപയാണ് വരുന്നത്. അഡീഷണൽ നമ്മൾ 5,000 രൂപ പേയ്മെന്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 870 വാറണ്ടി എന്ന് പറയുന്ന റീപ്ലേസ്മെന്റ് വാറണ്ടി അലൗഡ് ആണ്. പക്ഷെ നമുക്കിപ്പോൾ റിസ്തയുടെ 2 വേരിയന്റും, അതായത് മിഡ് വേരിയന്റും ടോപ്പ് വേരിയന്റും ഓഫർ ഉണ്ട്. നമുക്ക് ആ ഒരു പേയ്മെന്റ് അടയ്ക്കാതെ തന്നെ കസ്റ്റമേഴ്സിന് അത് എത്ര നാൾ വരെ ഓഫർ കാണും? ഓഫർ നമുക്ക് ഈ ഒരു മന്ത് മാത്രമാണ് വരുന്നത്. അല്ല, നമുക്ക് ബാറ്ററി വാറണ്ടി വണ്ടി ഡെലിവറി എടുത്തു കഴിഞ്ഞാൽ 90 ദിവസത്തിനകത്ത് ബാറ്ററി വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. എക്സ്റ്റെൻഡ് ചെയ്തില്ല എങ്കിൽ നമുക്ക് ബാറ്ററിയുടെ വാറണ്ടി 5 വർഷം അല്ലെങ്കിൽ 60,000 കിലോമീറ്റർ ആണ്. എത്ര മോഡും കാര്യങ്ങളൊക്കെയാണ്? നമുക്ക് റിസ്ത എന്ന് പറയുന്ന മോഡലിലോട്ട് വരുമ്പോഴത്തേക്ക് 2 റൈഡിംഗ് മോഡാണ് വരുന്നത്. സ്മാർട്ട് എക്കോ സിപ്പ് എന്ന് പറയുന്ന 2 റൈഡിംഗ് മോഡ്. നമുക്ക് ആ റൈഡിംഗ് മോഡ് ഇവിടെ നമുക്ക് അറിയാൻ പറ്റും. ഇത് റൈഡ് മോഡ് ചേഞ്ച് ചെയ്യുന്ന സ്വിച്ച് ആണ് വരുന്നത്. അതിൽ സ്മാർട്ട് എക്കോ എന്ന് പറയുന്ന മോഡിൽ നമുക്കിപ്പോൾ എത്ര ശതമാനമാണ് ചാർജ്, അതിൽ എത്ര കിലോമീറ്റർ നമുക്ക് പോകാൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ടോപ്പ് മോഡലിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് 100% ചാർജ് എങ്കിൽ ഇവിടെ കൺഫേം 125 കിലോമീറ്റർ നമുക്ക് പോകാൻ പറ്റും. നമുക്ക് എയ്തറിന് മാത്രമാണ് ട്രൂ റേഞ്ച് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് വരുന്നത്. ബാക്കിയുള്ള വണ്ടിക്കെല്ലാം IDC റേഞ്ച് പറയുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് മാത്രം കൺഫേം കിട്ടുന്ന ഒരു കസ്റ്റമറിന് കൺഫേം കിട്ടുന്ന റേഞ്ച് നമുക്ക് മാത്രമാണ് പറയാൻ പറ്റുന്നത്. അത് സിപ്പ് മോഡിലോട്ട് മാറുമ്പോഴത്തേക്ക് നമുക്ക് പവറും കാര്യങ്ങളും ഹൈ ആണ്. സിപ്പ് മോഡിലോട്ട് മാറുമ്പോൾ പവറും കാര്യങ്ങളും ഹൈ ആണ്. പക്ഷെ റേഞ്ച് നമുക്ക് കുറയും. അതായത് 105 ആയിരിക്കും. നമുക്ക് 100% ചാർജിൽ കിട്ടുന്നത് 105 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഒറ്റ ചാർജിൽ എത്ര കിലോമീറ്റർ വരെ ഈ ഒരു മോഡൽ വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റും? റിസ്തയുടെ ടോപ്പ് മോഡൽ ആണെങ്കിൽ 125 കിലോമീറ്റർ പോകാൻ പറ്റും. 125. കമ്പനി പറയുന്നത് 120 അല്ല, കമ്പനി പറയുന്നത് 159 ആണ്. 159 പറയുന്നതിൽ നമുക്ക് കൺഫേം 125 കിട്ടും.
പിന്നെ ബേസിലും മിഡിലും ആണെങ്കിൽ നമുക്ക് 100 വെച്ചാണ് കിട്ടുന്നത്. കമ്പനി 123 പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് 100 വെച്ചേ കിട്ടും. അല്ല അതെന്തുകൊണ്ട് അവിടെ 100 അത് രണ്ടിന്റെ ബാറ്ററി 2.9 ആണ് വരുന്നത്. രണ്ട് വേരിയന്റും 2.9ഉം ഇത് വരുമ്പോൾ 3.7 ആണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ബോഡി ടൈപ്പ് ഒക്കെ ബോഡി ടൈപ്പ് എന്ന് പറയുന്നത് ഫൈബർ ആണ് വരുന്നത്. ഫൈബർ ബോഡി ടൈപ്പ് ആണ്. പിന്നെ ചേസ് വന്നിട്ട് നമുക്ക് സ്റ്റീലാണ് വരുന്നത്. റിസ്തയ്ക്ക് സ്റ്റീൽ എന്ന് പറയുന്ന ചേസ് ആണ് വരുന്നത്. ടയർ വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും ബാക്ക് വന്നിട്ട് ഡ്രം ബ്രേക്കും ആണ്. നമ്മൾ ആക്റ്റീവ സെഗ്മെന്റിൽ അത് ഫാമിലി സ്കൂട്ടറാണ്, അപ്പോൾ ഒരു ആക്റ്റീവ സെഗ്മെന്റിലാണ് ചെയ്തേക്കുന്നത്. ഇത് ഫ്രണ്ട് ഡിസ്കും ബാക്ക് ഡ്രം ആണ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്ന ഫസ്റ്റ് ടെലസ്കോപ്പിക് സസ്പെൻഷൻ ആണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിൽ വന്നിട്ട് മോണോഷോക്ക് സസ്പെൻഷൻ ആണ് വരുന്നത്. പിന്നെ LED ലൈറ്റ് ആണ് വരുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത് LED ലൈറ്റ് ആണ്. പിന്നെ നമുക്ക് റിസ്തയുടെ ബൂട്ട് സ്പേസ്, റിസ്ത എന്ന് പറയുന്നത് സ്പേസ് ഓറിയന്റഡ് ആണ്. അതിന് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് വരുന്നത് സ്പേസ് തന്നെയാണ്. അതിൽ നമുക്ക് ബൂട്ട് സ്പേസ് വരുമ്പോൾ 32 ലിറ്റർ ആണ് കപ്പാസിറ്റി, 34 ലിറ്റർ ആണ് ടോട്ടൽ കപ്പാസിറ്റി. അതിൽ 32 ലിറ്റർ ബൂട്ട് സ്പേസും 2 ലിറ്റർ ചെറിയൊരു പോക്കറ്റ് സ്പേസ്. അതിൽ നമുക്ക് കീയും പേഴ്സ് അങ്ങനെയൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോക്കറ്റ് സ്പേസ് നോർമലി വരുന്നത്. അപ്പോൾ ഇതിന്റെ ചാർജിങ്ങിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്? ചാർജിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ടോപ്പ് മോഡലിന് 700 വോൾട്ടിന്റെ ചാർജർ ആയിരിക്കും വരുന്നത്. നമുക്ക് ചാർജിംഗ് കണക്റ്റിംഗ് ഓപ്ഷൻ വരുന്നത് ഇവിടെയാണ്. ചാർജിംഗ് കണക്റ്റിംഗ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഇത് ഫാസ്റ്റ് ചാർജിംഗ് ആണോ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ എയ്തറിന്റെ ഗ്രിഡ് സ്റ്റേഷൻസിലാണെങ്കിൽ ഫാസ്റ്റ് ചാർജിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഹോം ചാർജിംഗിലാണെങ്കിൽ ടോപ്പ് വേരിയന്റിൽ ഒരു 3.5-4 മണിക്കൂർ ടൈം എടുക്കും. ഫാസ്റ്റ് ചാർജിംഗ് ആണെങ്കിൽ എത്ര മണിക്കൂർ എടുക്കും? ഒരു 35-40 മിനിറ്റ്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഏതുണ്ട് ഇവിടെ അടുത്ത നിയറസ്റ്റ് ആയിട്ടുള്ള ചാർജിങ് എവിടെയൊക്കെയാണ്? അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എയ്തറിന്റെ ആപ്പിനകത്ത് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് നിയറസ്റ്റ് നമുക്ക് എയ്തറിന്റെ ആപ്പ് വഴി അറിയാൻ പറ്റത്തുള്ളൂ. നമ്മൾ നിൽക്കുന്ന സ്പോട്ട് ഏതാണോ ആ സ്പോട്ടിൽ നിന്ന് നമുക്ക് നിയറസ്റ്റ് എയ്തറിന്റെ ആപ്പ് വഴി കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതും നമുക്ക് ആപ്പിലൂടെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പം ഇതാണ് ഏതറിൻ്റെ 450 എന്ന് പറയുന്ന അടുത്തൊരു മോഡൽ. അപ്പോൾ ഈ മോഡലിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ നമുക്ക് പറഞ്ഞുതരാൻ പോകുന്ന ഈ ഷോറൂമിൻ്റെ അടുത്തൊരു എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ശ്രുതിയാണ്. അപ്പോൾ ശ്രുതി, റിസ്തയും ഈ ഒരു മോഡലും തമ്മിലുള്ള മെയിൻ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? മെയിൻ ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് 450 TFT ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ റിസ്റ്റയിൽ വരുമ്പോഴത്തേക്ക് നോർമൽ ഒരു DPU ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മോട്ടർ പവറാണ് ഇതിന് 5.4ഉം 6.4ഉം പിന്നെ ടോപ്പ് വേരിയൻ്റായ FX എന്ന് പറഞ്ഞൊരു വേരിയൻറ്റിൽ 7 ആണ് പവർ വരുന്നത്. പിന്നെ മെയിൻലി 450 വരുന്നത് 4 റൈഡിംഗ് മോഡ്സ് നമുക്കുണ്ട്. ഏതൊക്കെയാണ് റൈഡിംഗ് മോഡ്സ്? റൈഡിംഗ് മോഡ്സ് പറഞ്ഞാൽ സ്മാർട്ട് എക്കോ, പിന്നെ റൈഡ്, സ്പോർട്ട്, വാവ് എന്നീ മോഡ്സാണ് ഉള്ളത്. ചാർജർ ഒന്ന് കാണാൻ പറ്റും? ഓക്കെ. ഈ ആണ് ചാർജർ വരുന്നത്. അപ്പം ഏതറിൻ്റെ ബേസ് മോഡലിന് ഓൺ റോഡ് പ്രൈസ് എത്രയാണ് നിങ്ങൾ? നമുക്ക് റിസ്റ്റയ്ക്ക് വരുമ്പോഴത്തേക്ക് 141 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതും ബേസ് വേരിയൻ്റ്. പക്ഷേ നമ്മുടെ 450 വരുമ്പോൾ 160 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ EMI സ്കീമുകൾ എങ്ങനെയൊക്കെയാണ്? 4 വർഷത്തേക്ക് 3600 വെച്ച് ഓരോ മാസം പേയ്മെൻ്റ് ആണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ EMI എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫർദർ ഡീറ്റെയിൽസ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരേണ്ടി വരും? ആധാറും പാൻ കാർഡും മാത്രമാണ് വേണ്ടത്. അപ്പോൾ ഈ വണ്ടിക്ക് അപ്പോൾ എത്ര സർവീസാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് കമ്പനി? ഓരോ 5000 കിലോമീറ്ററിലാണ് സർവീസ് വരുന്നത്. ഓക്കെ. അപ്പോൾ സർവീസ് സെൻ്റർ ഇതിൻ്റെ കൂടെ ഷോറൂമിൻ്റെ കൂടെ തന്നെയാണുള്ളത്. ഇതാണ് ഏതറിൻ്റെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇവരുടെ കോൺടാക്ട് നമ്പറും അഡ്രസ്സും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടുത്തെ ഷോറൂം ഒന്ന് വിസിറ്റ് ചെയ്യുകയോ ഇല്ലെങ്കിൽ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പർ ഡയറക്റ്റ് വിളിക്കാവുന്നതുമാണ്. നിങ്ങളൊരു ഏതറിൻ്റെ യൂസറാണോ എന്നാൽ നിങ്ങൾക്കുണ്ടായ അനുഭവം കമൻറ്റായിട്ടൊന്ന് മെൻഷൻ ചെയ്തേക്കണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും പുതിയതായി വണ്ടി എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നേക്ക് വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. മറ്റൊരു പുതിയ വീഡിയോ ഇട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.